ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ 1926 നിലവിൽ വന്നതിന് ശേഷം ആദ്യമായി ഉണ്ടാക്കിയ അതിന്റെ പോഷക ഘടകത്തിന്റെ പേര് SYS, സമസ്ത കേരള സുന്നി യുവജന സംഘം. എത്ര കൊല്ലായി? 70 കൊല്ലായി. 70 കൊല്ലമായി സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ യുവജന പ്രസ്ഥാനമായ SYS-ന്. 70 കൊല്ലമായ SYS ആരെ കൂടെയാ? സുൽത്താനുൽ ഉലമയുടെ കൂടെ. നമുക്കത് ആലോചിച്ചിട്ട് വേണ്ടേ സമസ്തന്റെ സമ്മേളനം നടത്താൻ? 1973 ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ വിദ്യാർത്ഥി സംഘടനക്ക് രൂപം നൽകി. 73 SSF-ന് എത്ര കൊല്ലായത്? 50 കൊല്ലം. ഗോൾഡൻ 50 നമ്മൾ ആഘോഷിച്ചു അല്ലേ? 50 കൊല്ലമായി. 50 കൊല്ലം പിന്നിട്ട SSF എവിടെയാ? സുൽത്താനുൽ ഉലമയോടൊപ്പം. ഏതാ സംഘടന? SSF. എത്ര കൊല്ലായി? 50 കൊല്ലം. ബഹുമാനപ്പെട്ട സമസ്ത. അപ്പോ പിന്നെ ഇത് ആവർത്തിക്കണം. മൂപ്പരിവിടെ ഈ ലോകത്തൊന്നും അല്ലാന്ന് തോന്നുന്നുണ്ട്. ബഹുമാന്യനായ കാന്തപുരം അവറുകൾ തന്നെ കരഞ്ഞ് അന്ന് തെറ്റിപ്പോയത് ശരിയായില്ല എന്ന് പറഞ്ഞ നേരത്താണ് ഈ പ്രസംഗം. പിന്നെ ഇതിൻ്റെ ഒക്കെ ഒരു പ്രത്യേകതയുണ്ട് കേട്ടോ. ഇത് കുറച്ച് മുമ്പ് പറഞ്ഞതാ, കരച്ചിലിന് മുമ്പ് പറഞ്ഞതാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ ഇപ്പോഴുള്ളൊരവസ്ഥ പറഞ്ഞാൽ ലൈവ് കൊടുക്കണില്ല അധികവും, പേരോണ്ട് പ്രസംഗമൊന്നും പ്രത്യേകിച്ചു. അഥവാ ലൈവ് കൊടുത്താൽ തന്നെ പരിപാടി കഴിയുന്നതിന് മുമ്പ് പ്രൈവറ്റ് ആക്കലുണ്ട്. അതിൽ 2 ലക്ഷ്യങ്ങളുണ്ട്. ഒന്ന്, ഇവരിപ്പോൾ ഉള്ളിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രഭാഷണങ്ങളിൽ അധികവും സമസ്ത വിശദീകരണം. ഈ സമസ്ത വിശദീകരണം പുറത്ത് നടത്തിയാൽ ഇവിടെ ജിഫിരി മുത്തുക്കോയ തങ്ങളെ നേതൃത്വത്തിലുള്ള ഒറിജിനൽ സമസ്ത ഉണ്ടല്ലോ, ഓല് പ്രതികരിക്കും. അപ്പൊ പിന്നെ പല സത്യങ്ങളും ഓല് പറയുമ്പോ ഇവര് പറഞ്ഞത് പൊളിഞ്ഞു. ഉള്ളില് പ്രവർത്തകരെ ഇത് പഠിഞ്ഞിങ്ങനെ മനസ്സിലാക്കി കൊടുക്കുകയാണ്. ഇതാണ് സമസ്ത, ഇന്നതിനാണ് പിരിഞ്ഞത്. സമസ്ത വിശദീകരണമൊക്കെ അയാൾ പോസ്റ്റർ ഇറക്കിയിട്ട് നടത്തിയിട്ടുണ്ട്. പക്ഷെ അതിന്റെ ലൈവ് വരെ വന്നിട്ടില്ല. അപ്പൊ ഇങ്ങനെ മറുപടി വരാതിരിക്കുമാണ്. മറുപടി വന്നാൽ അത് പൊളിയോലോ. മറുപടി വരാതെ സ്വന്തം മണികളെ സ്വന്തം പ്രസ്ഥാനത്തിൽ പിടിച്ചു നിർത്താനാണെന്ത് ഈ പണി ഒപ്പിക്കുന്നത്. വേറെ ഒന്ന് ഞമ്മക്കത് കിട്ടാതെക്കാനുമാണ്. ഞമ്മക്കത് കിട്ടാതിരിക്കാൻ, ഞമ്മക്ക് കിട്ടാൻ നിങ്ങൾ ലൈവ് കൊടുക്കണം എന്നില്ല. കാരണം നിങ്ങളുടെ ഉള്ളിൽ തന്നെ നമ്മളുണ്ടല്ലോ. അത് ഞങ്ങൾ വളരെ സുന്ദരമായി നിങ്ങൾ പ്രൈവറ്റ് ആക്കിയത് വരെ ഞങ്ങൾ ക്ലിപ്പിട്ടിട്ടുണ്ട് ഇവിടെ. അതൊന്നും നോക്കിയിട്ട് യാതൊരു കാര്യമില്ല. പിന്നെ നിങ്ങൾ ഇവനിപ്പോൾ അതാണ് ആളുകളോട് മെല്ലെ ഐക്യമാ. അപ്പം എന്തിനാ ഐക്യം പറയണത്? ഈ ഐക്യം പറഞ്ഞ് യോജിപ്പുണ്ടാക്കുന്നത് എന്തിനാ? എന്താ അതിൻ്റെ ഉള്ളിലുള്ള കാര്യം? നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയണ്ടെന്ന് പഠിപ്പിക്കുക. ഇതൊക്കെ വലിയ കുതന്ത്രമാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും പറയണ്ടെന്ന് യോജിപ്പിലെത്തുക, എന്നിട്ട് സ്വന്തം അണികൾക്ക് തെറ്റായ വിവരങ്ങൾ നൽകുക. അത് പുറത്തു വിടാതിരിക്കുമ്പോൾ മറുപടി ഉണ്ടാവില്ലല്ലോ. അപ്പൊ ആ ടീമിനെ അങ്ങനെ വളർത്തുക, ഇതാണ് ഒരു തന്ത്രം. അപ്പൊ നമ്മളേറ്റവും പല രൂപത്തിലും ഒരു പിന്നെ നോക്കിയിരുന്നു. അതെങ്ങനെ? നിങ്ങൾ മശായിഖന്മാരെ അഖിലാന്നല്ലേ പറയുന്നത്. മശായിഖന്മാരെ അഖിലാകുമ്പോ മറുപടി പറയൂല. നമ്മളോട് പറഞ്ഞിരുന്നു ആദ്യം, ആരും മറുപടി പറയൂല, അങ്ങോട്ട് പറയുന്നത് കേൾക്കേ ഉള്ളൂ. നമ്മൾ ആദ്യം അത് അടിച്ചു പൊളിച്ച് മറുപടി പറയൂല. ഏറ്റവും വലിയ സൂഫിയാക്കളുടെ നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹ് ഹബീബായ തങ്ങൾക്കെതിരെയുള്ള ആരോപണത്തിന് മറുപടി പറയാൻ വേണ്ടി ഹസ്സാൻ ഇബ്നു സാബിത്ത് തങ്ങളെ നിയമിച്ചിരുന്നു പാട്ടിലൂടെ. പോട്ടെ, അള്ളന്നല്ലേ വലിയ മറുപടി പറഞ്ഞു. റസൂലുള്ളാഹിക്കെതിരെ പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം, അതിന് അള്ളന്നല്ലേ മറുപടി പറഞ്ഞു. മറുപടി പറയില്ല എന്ന് പറഞ്ഞാൽ അത് പറയാൻ വേണ്ടി ജീവിച്ച ഉമ്മത്ത്. നമ്മളെ മഹാനായ ഇമാമിനെ സുബ്കി ഇമാമിന്റെ ഓരോ കിതാബിന്റെ പേര് നോക്കുങ്ങള്. അന്ന് മശായിഖിന്റെ അഖിലായി ജീവിച്ചവരാവര്. അബുൽ അബ്ബാസുൽ മർസി തങ്ങളുടെയും ഷാദുലി ഇമാമിന്റെ ഒക്കെ ആളുകളാണ് ഇമാം സുബ്കി ഇമാമിന്റെ കാലത്തെ നിയൽവാദിയാണ് ഇബ്നു തൈമിയ.
അയാൾക്കെതിരെ എഴുതിയ കിതാബാണ് അസ്സൈഫുൽ മസ്ലൂൽ അലാ മൻ സബ്ബർ റസൂൽ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ചീത്ത പറഞ്ഞാൽ അവനെതിരെ ഊരിപ്പിടിച്ച വാൾ. കിതാബിന്റെ പേരെന്നെ അങ്ങനെയാ, മറുപടി പറയില്ല. അതോ സൂഫിയത്തിന്റെ അഹ്ലിന്റെ കിതാബിന്റെ പേരെന്നെ നോക്ക്. ഇനി ശിഫാഉസ് സഖാം എന്ന് പറഞ്ഞ ഗ്രന്ഥമുണ്ട്. ആ ഗ്രന്ഥം അതേ ഇബ്നു തൈമിയ ഇസ്തിഗാസ പാടില്ല എന്ന് പറഞ്ഞപ്പോ അയാൾക്കെതിരെ എഴുതിയ ഗ്രന്ഥമാണ് ശിഫാഉസ് സഖാം ഫീ സിയാറത്തി ഖൈറിൽ അനാം. ഇബ്നു തൈമിയയുടെ രോഗങ്ങളെ ശിഫയാക്കാനുള്ള മരുന്ന് എന്നാ പറയുന്നത്. നല്ല സുഖണ്ടല്ലോ. തൽക്കാലം ആ പണിയൊന്നും നടക്കൂല. ഇമാം ഷഹറാനി തങ്ങൾ അത്തരം കക്ഷികൾക്കെതിരെ അതിശക്തമായി പോരാടി. ചില മശായിഖന്മാരെ ശൈലിയിൽ അത് വേണ്ട എന്ന് പറയും, അതതിൻ്റെ ആളുകൾ വരും ഓല് ചെയ്തോളും. അങ്ങനെ പലരുണ്ടായപ്പോൾ അത് നിങ്ങൾക്ക് മുതൽക്കൂട്ടായി. നിങ്ങളിങ്ങനെ അകത്താക്കുക പുറത്താക്കുക. നിങ്ങളൊരു രാജാക്കന്മാരായ ഒരു ശരീഅത്തിന്റെ ആളുകളായിട്ട് വന്നപ്പോൾ ആ മശായിഖന്മാർക്കെല്ലാം പ്രതിനിധികളായി ഞങ്ങളുടെ മശായിഖിന്റെ നിർദ്ദേശത്തിൽ ഈ കള്ള ശരീഅത്തുകാരെ ആദർശപരമായി നാമാവശേഷമാക്കാൻ തന്നെയാണ് സാവിയത്തു സൂഫി ഇറങ്ങി തിരിച്ചിട്ടുള്ളത്. അതാ ഹുസൈനാർക്കെതിരെ പറഞ്ഞപ്പോ ഞങ്ങളത് ശക്തമായി രംഗത്ത് വന്നത്. എന്താ നിങ്ങൾ മനസ്സിലാക്കിയത്? ഇപ്പൊ നിങ്ങൾ എന്താ പറഞ്ഞു വന്നത്? SYS ഞങ്ങളെ കൂടെയുണ്ട്, SSF ഞങ്ങളെ കൂടെയുണ്ട്. നിങ്ങളെ കൂടെ ഇല്ലാത്തെന്താ? സമസ്ത. സമസ്ത മാത്രം ഞങ്ങളൊപ്പല്ല, ബാപ്പ പുറത്താ. ഏത് 30 വയസ്സായ SYS ഞങ്ങളെ കൂടെ, 50 വയസ്സായ SSF ഞങ്ങളെ കൂടെ, 100 വയസ്സായ വാപ്പയോ? വാപ്പപ്പോഴും തറവാട്ടിലുണ്ട്. വാപ്പനോട് പിണങ്ങിപ്പോയതാണ്. 70 കൊല്ലമായി പിണക്കത്തില, 50 കൊല്ലമായി പിണക്കത്തില. എന്നിട്ട് മോൻ പോയി പ്രസംഗിക്കാൻ ഞങ്ങളുടേതാണ് തറവാട്. കാരണം 70ഉം 50ഉം വയസ്സായ മക്കൾ ഞങ്ങളെ കൂടെയാണ്. ബാപ്പയോ എന്നൊരാൾ ചോദിച്ചാൽ എന്താക്കും? നിങ്ങളെ സമസ്ത എന്നാണ് ഉണ്ടായത്? നിങ്ങളെ സമസ്ത ഉണ്ടായതെന്നാ 89-ലല്ലേ? 89-ലുണ്ടായ സമസ്ത 2026 ആകുമ്പോൾ എങ്ങനെ 100-ലെത്തിയത്? നിങ്ങളെ പുറത്താക്കി അന്നത്തെ ജനറൽ സെക്രട്ടറി പറഞ്ഞില്ലേ? അപ്പൊ നിങ്ങൾ പുറത്താള്, പുറത്തുള്ള നിങ്ങള് എങ്ങനെയാണ് പിന്നെ 100ാം വാർഷികം ആഘോഷിക്കുന്നത്? ഇത് തലതിരിഞ്ഞ കണക്കായി പോയല്ലോ. ഒരു നിലക്കും കണക്കൂട്ടിയിട്ട് ഒക്കണില്ല. എന്നിട്ട് SYSന്റെ കഥ എന്താ SSFന്റെ കഥ? ഈ SYSനെ നിലക്ക് നിർത്തണം എന്നതാണ് പിളർപ്പിന്റെ കാരണമായി തന്നെ ഇവർ പറയുന്നത്. അന്ന് SYS നേരത്തെ ഉണ്ട്. പക്ഷെ ആ SYSനെ രാഷ്ട്രീയ പ്രസ്ഥാനമാക്കി മാറ്റാൻ ചിലർ മെനക്കെടുകയും അത് അനുവദിക്കുകയില്ല. SYSന്റെ പോക്ക് ശരിയല്ല, അതിനെ നിലക്ക് നിർത്തേണ്ടതുണ്ട് എന്ന് മഹാനായ ശംസുൽ ഉലമ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ എറണാകുളത്തെ സമ്മേളനം ക്യാൻസൽ ചെയ്യണം എന്ന് അന്നത്തെ സമസ്ത മുശാവറ പറഞ്ഞതായിരുന്നു. എന്നിട്ട് പറയാ SYS ഞങ്ങളെ കയ്യിലുണ്ട്. ഇപ്പടുത്ത് മിനിയാന്ന് കേട്ട സമസ്തയുമായി ബന്ധപ്പെട്ട ഒരു ചർച്ചയിൽ ഒരു ഹാജിയാര് പറയുന്നുണ്ട്, 89-ൽ ചെമ്മാട് നടന്ന ഒരു വിശദീകരണത്തിൽ അന്നും ഇവര് പറഞ്ഞു തന്നെ ആയിരുന്നു. SYSഉം SSF ഒക്കെ ഞങ്ങളെ കയ്യിലാണ്, അത് പിരിച്ചുവിടാൻ പറഞ്ഞു എന്നുള്ളതാണ് EK ഉസ്താദിന്റെ കുറ്റം. മാറ്റർ ഒന്ന് മാറ്റിക്കൂടെ ചങ്ങായിമാരെ? ബാപ്പുണ്ടെങ്കിൽ അത് പറയും. അത് കണ്ണിയത്ത് ഉസ്താദും ശംസുൽ ഉലമയല്ലേ? അതില്ലാതെ ബാക്കിയുള്ളതൊക്കെ ഉണ്ടായിട്ട് എന്താ കാര്യം? അടിത്തറ പൊളിഞ്ഞാൽ മേൽക്കൂരക്ക് നിലനിൽപ്പുണ്ടോ? പൊളിഞ്ഞ് പാളീസായില്ലേ അത്? അതുകൊണ്ട് ആ ഷാഫിയാജി പറയുന്ന ഒന്ന് കേൾപ്പിച്ചു കൊടുക്ക്. പ്രതിയിലേക്ക് കേസുമായി പോകുന്നതും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നത് അതിന് മുശാവറ പിന്നെ അവർക്ക് എതിരെ നടപടിയെടുക്കും എന്ന് കരുതിയിട്ടാണ് അവിടുന്ന് ഒച്ചയും ബഹളമൊക്കെ ഉണ്ടാക്കി അതിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന അവസ്ഥകളൊക്കെ ഉണ്ടായത്. ചുരുക്കി പറഞ്ഞാൽ അതോടുകൂടി ഇവര് വിശദീകരണങ്ങൾ വെച്ചു.
എന്തുകൊണ്ട് മസ്ലഹത്ത് കലങ്ങി? അതായിരുന്നു ആദ്യത്തെ ഈ മസ്ലഹത്ത് തെറ്റിപ്പിരിഞ്ഞതിന് ശേഷം ഉണ്ടായിരുന്നത്. ആരെ ഭാഗത്താണ് ശരി, ആരെ ഭാഗത്താണ് തെറ്റ് എന്ന് ജനങ്ങളോട് പറയാൻ വേണ്ടിയിട്ട് നടത്തിയത് മസ്ലഹത്ത് വിശദീകരണ സമ്മേളനമാണ്. ആ മസ്ലഹത്ത് വിശദീകരണ സമ്മേളനത്തിൽ ആദ്യം സംഘടിപ്പിച്ച ഒരു മസ്ലഹത്ത് വിശദീകരണ സമ്മേളനം AP അബൂബക്കർ മുസ്ലിയാർ നേരിട്ട് വന്ന് ചെമ്മാടാണ് ആദ്യം നടത്തുന്നത്. അന്ന് ചെമ്മാട് നടത്തിയിട്ട് അദ്ദേഹം ആ വിശദീകരണത്തെ കുറിച്ച് അന്നത്തെ ആ നിബന്ധനകൾ വായിക്കണം. അയാൾ എഴുതി കൊണ്ടുവന്ന് വായിച്ചിട്ട് അയാൾ പറഞ്ഞത്, നിങ്ങളുടെ നാട്ടുകാരൻ ചെമ്മാട്ടുകാരൻ ബാപ്പുട്ടി ഹാജിയും മഞ്ചേരിക്കാരൻ ഷെരീഫ് കുരിക്കളും CH ഐദ്രൂസ് മുസ്ലിയാരും വന്ന് എന്നോട് ആവശ്യപ്പെട്ടത് SYS-ഉം SSF-ഉം പിരിച്ചുവിടുക. സുബ്ഹാനല്ലാഹ്. മഹാനായ ചാപ്പനങ്ങാടി ബാപ്പു മുസ്ലിയാരും പാണക്കാട് പൂക്കോയത്തങ്ങളും എന്റെ കയ്യിൽ ഏൽപ്പിച്ച അമാനത്ത് ഞാൻ പിരിച്ചുവിടുകയോ? അതെന്ന് ചോദിച്ച ചോദ്യമാണ്. ചെമ്മാട് വന്നിട്ട് പ്രസംഗിക്കാണ്, നിങ്ങളുടെ നാട്ടുകാരൻ ചെമ്മാട്ടുകാരൻ ബാപ്പുട്ടി ഹാജി ഹയാത്തിലില്ലേ? ഇങ്ങനെ തന്നെ പറഞ്ഞത്. എന്നിട്ട് അദ്ദേഹത്തോട് പോയി ചോദിക്കൂ, മഞ്ചേരിക്കാരൻ ഷെരീഫ് കുരിക്കൾ ഹയാത്തിലുണ്ടല്ലോ, അദ്ദേഹത്തോട് പോയി ചോദിക്കൂ. അപ്പൊ അന്ന് തന്നെ ചർച്ച ഇതാണ്. കൂടുതൽ പറയുന്നുണ്ട്, SYS-ഉം SSF-ഉം പിരിച്ചുവിടാൻ എന്നോട് കൽപ്പിച്ചു എന്ന കളവ് പറയുന്നു എന്നാ പറയുന്നത്. അങ്ങനെ ആള് മൂപ്പരോട് പറഞ്ഞിട്ടില്ല. അതൊക്കെ വലിയ കഥകളാണ്. അപ്പൊ അന്ന് തന്നെ ഇത് ഈ കൂടെ SSF ഉണ്ട്, SYS ഉണ്ട്. അതാണ് ഈ കൂടെ അന്ന് മൂപ്പരെ പറ്റിച്ച ടീം പറഞ്ഞ യഥാർത്ഥത്തിൽ ആ ടീമാണ്. ഈ SSF പറഞ്ഞിലുള്ള ആളാണ് നിയൽവാദി, SYS ഉള്ള ആളവനെ വേറെ കുറച്ച് ടീമും. ഇവരെല്ലാം കൂടിയാണ് EK ഉസ്താദിൽ നിന്ന് ആരാ അകറ്റുന്നത്? AP ഉസ്താദിനെ. അതിനാ മൂപ്പര് കരഞ്ഞ്. എന്നിട്ട് മാളിയേക്കൽ ഇപ്പൊ പറയാ SYS ഞങ്ങളെ കൂടെ ഉണ്ട്. അതാണോ പ്രശ്നം മുഴുവൻ ഉണ്ടാക്കിയ ഒരു സംഗതി? അത് കൂടെ ഉണ്ടായിട്ട് എന്ത് കാര്യം? പിന്നെ SSF രൂപീകരിച്ചത്, ഈ SSF ഒന്നും രൂപീകരിച്ചത് സമസ്തന്റെ പോഷക സംഘടന ആയിട്ടല്ല. അത് ഇസ്മായിൽ ഓഫർ ലേഖനം എഴുതി പട്ടിക്കാട് ജാമിയാനൂരിൽ 4 ആൾ കൂടി രൂപീകരിച്ച സംഗതിയാണ്. അതിനെ പിന്നെ സമസ്ത അംഗീകരിക്കണോ വേണ്ടേ എന്നുള്ള ഈ തന്നെ എത്ര ചർച്ച നടന്നിട്ടുണ്ട്. സമസ്തയുടെ സോമനീർ എടുത്തു നോക്ക്, അതിൽ കാണാം, ഒറ്റൊന്ന് കാണിച്ചു കൊടുക്ക്. അതിൽ കാണാം SSF-ന്റെ ഭാരവാഹികളെ വിളിച്ച് അവരുമായി സംസാരിച്ച് സമസ്തക്ക് കീഴിൽ കൊണ്ടുവരാൻ ശ്രമിക്കുക. സമസ്തന്റെ ഒരു തീരുമാനമായിരുന്നു. SSF-ന്റെ ഭാരവാഹികളെ വിളിച്ചു വരുത്തി. അപ്പം അന്ന് സാധനം ഉണ്ട്, സമസ്തന്റെ കീഴിലായിട്ടില്ല. അവരുമായി സംസാരിച്ച് സമസ്തക്ക് കീഴിൽ കൊണ്ടുവരാൻ ശ്രമിക്കുക. അതിനായി EK അബൂബക്കർ മുസ്ലിയാർ, കോട്ടുമല അബൂബക്കർ മുസ്ലിയാർ, AP അബൂബക്കർ മുസ്ലിയാർ, KB മുഹമ്മദ് മുസ്ലിയാർ എന്നിവരെ അധികാരപ്പെടുത്തി. അതുപോലെ ഇതിൽ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് തന്നെ അവരെ പല പ്രവർത്തനങ്ങളിലും പ്രശ്നമായിട്ടാണ് അന്നത്തെ പ്രസിഡന്റായ ഹൈദരലി ശിഹാബ് തങ്ങൾ രാജിവെച്ചു പോയത്. സമസ്തന്റെ സോമനീർ, നീ അടുത്ത പേജും കൂടി ഉണ്ട്, അതൊക്കെ വായിച്ച അത്ര വായിക്കാണ്ട്. അതിലും കാണാം SSF-ന്റെ ഭരണഘടന വരുത്തി അതിലാവശ്യമായ കാര്യങ്ങൾ ചെയ്യുന്നതിനുമേൽ സംഗതി ഉത്തരവാദിത്തപ്പെടുത്തിയ കമ്മിറ്റിയെ വിളിച്ചു കൂട്ടാനും അടുത്ത യോഗത്തിൽ റിപ്പോർട്ട് സമർപ്പിക്കാനും AP അബൂബക്കർ മുസ്ലിയാരെ ചുമതലപ്പെടുത്തി. അപ്പൊ അതൊക്കെ പിന്നീട് ഉണ്ടായ സംഗതിയാണ്. അസില് സമസ്തയാണ്. വരക്കൽ മുല്ലക്കോയത്തങ്ങൾ ഉണ്ടാക്കിയത് സമസ്തയാണ്. ആ സമസ്തയുടെ അന്നത്തെ പ്രസിഡന്റാണ് റഈസുൽ മുഹഖിഖീൻ കണ്ണിയത്ത് ഉസ്താദ്. അതിന്റെ ജനറൽ സെക്രട്ടറിയാണ് ആര്? ശംസുൽ ഉലമ. ഇവർ രണ്ടുപേരും പോക്ക് ശരിയല്ല എന്ന് പറഞ്ഞ് SYS-നെ പുനഃസംഘടിപ്പിച്ചു. SSF-നെ ഒഴിവാക്കി വേറെ പുനഃസംഘടനം നടത്തി. എന്നിട്ടിപ്പോ അതാ ഉറപ്പിച്ചു പറയുന്നു. മാത്രമല്ല, ഇനി അതിലും വലിയ രസമുണ്ട്. കണ്ണിയത്ത് ഉസ്താദ് പ്രകാശനം ചെയ്ത സിറാജ് ആരെ കൂടെയാണ്? കണ്ണിയത്ത് ഉസ്താദ് ആരെ കൂടെ എന്നല്ല ആദ്യം നോക്കണ്ടേ. പ്രകാശനം ചെയ്ത സിറാജ് നമ്മളെ കൂടെയാണ്. അതും കൂടി കേട്ടോളൂ അടുത്ത വിടല്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ മുൻ പ്രസിഡന്റായിരുന്ന റഈസുൽ മുഹഖഖീൻ കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാരുടെ നവ്വറല്ലാഹു മർഖദഹു മഹാനവറുകളുടെ കരങ്ങളാൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ട സമസ്തയുടെ ഒരേ ഒരു മുഖപത്രം സിറാജ് ദിനപത്രം. സിറാജ് ദിനപത്രത്തിന് എത്ര കൊല്ലായി? 40 കൊല്ലം പിന്നിട്ടിരിക്കുന്നു. 40 കൊല്ലം പിന്നിട്ടിരിക്കുന്നു. ആരുടെ കൂടെയാ?
ഈ കൺവെൻഷനിലേക്ക് നിങ്ങൾ വരുമ്പോൾ ഈ മൈതാനത്തും കണ്ടോ റോഡിലും ആരുടെ കൂടെയാ? സിറാജ് ദിനപത്രം. എന്താ സിറാജ് ദിനപത്രത്തിന്റെ ക്വാളിറ്റി? അത് പ്രകാശനം ചെയ്ത കണ്ണിയത്ത് ഉസ്താദിന്റെ പുണ്യകരങ്ങളാണ്. അല്ല കൂട്ടരെ, ആ പുണ്യകരങ്ങൾ എവിടെയാണ്ടായിണ്ട്? എന്താ പങ്കക്ക് പറ്റിയത്? അത് ഓർമ്മല്ല. കണ്ണിയത്ത് ഉസ്താദ് എവിടെ? നിങ്ങളിപ്പോ ഞങ്ങളോട് പറയണ്ടല്ലോ ഉസ്താദുമാരെ അംഗീകരിക്കണം. ഞാൻ ചോദിക്കട്ടെ, മക്കളായ SSF SYS വഴി തെറ്റിയപ്പോ ഓല ചവിട്ടി പുറത്താക്കിന്ന് വെച്ചോളി. അന്നത്തെ ഉപ്പയായ ശംസുൽ ഉലമ നിങ്ങളെ ഗുരുവര്യരല്ലേ? കണ്ണിയത്ത് ഉസ്താദ് നിങ്ങളെ ഗുരുവര്യരല്ലേ? അവരെവിടെ? മാളിയേക്കൽ സഖാഫിനെ ഞാൻ വിളിക്കുന്നു. അടുത്ത നിങ്ങളുടെ പരിപാടിയിൽ കരങ്ങളാൽ സമർപ്പിച്ച സിറാജ് അവിടെ വെച്ചിട്ട് ആ കരത്തിന്റെ ഉടമയായ കണ്ണിയത്ത് ഉസ്താദയുടെ എന്ന് പറയാൻ ഇയാൾക്ക് ധൈര്യം വേണം. നിങ്ങളിപ്പോ ഞങ്ങളോട് പറയില്ലേ ഉസ്താദുമാരെ അംഗീകരിക്കണം? നിങ്ങൾക്കിത് ബാധകല്ലേ? എന്താണ് നിങ്ങളുടെ ഉസ്താദിന്റെ ഉസ്താദായ EK ഉസ്താദ് പറഞ്ഞ നിങ്ങളെ കുറിച്ച്? നിങ്ങൾ ഏറ്റവും കൂടുതൽ പ്രശ്നത്തിലായ പ്രസ്താവന ഫത്വ, നിങ്ങൾ സുന്നിയല്ല. സുന്നിയല്ല നിങ്ങളെ കുറിച്ച് പറയുമ്പോ തെറ്റിപ്പോയ മകനെ കൂടെ നിർത്തിയിട്ട് എന്താണോ കാര്യം? ആദ്യം ബാപ്പയുടെ ആദർശത്തിലേക്ക് മടങ്ങി വരി. അത് ശംസുൽ ഉലമയാണ്. ആ ശംസുൽ ഉലമ അത് വെറുതെയല്ല. ആ വഴിയിൽ വരക്കൽ മുല്ലക്കോയ തങ്ങളും പുത്തുബി മുഹമ്മദ് മുസ്ലിയാരും കണ്ണിയത്ത് ഉസ്താദും EK ഉസ്താദും ചെറുശ്ശേരി ഉസ്താദും അവരൊക്കെ പഠിപ്പിച്ച ആ വഴിയിലേക്ക് വരി. EK ഉസ്താദ് പറയട്ടെ നിങ്ങളെ അവസ്ഥ എന്താണ് കേട്ടോളൂ. യാതൊരു സംശയവുമില്ല, ഇവർക്ക് ഈ സമുദായത്തെ ഭിന്നിപ്പിക്കാൻ സാധിക്കുന്നതല്ല. ഞങ്ങൾ അതിന് അനുവദിക്കുകയില്ല. സമസ്ത കേരള ജമിയത്തുൽ ഉലമയിലെ ഒരു രോഗം വരയ്ക്കാൻ ഇവർക്ക് സാധിക്കുകയില്ല. അതിന് യാതൊന്നും സംഭവിച്ചിട്ടും ഇല്ല. അതിൽ നിന്ന് പുറത്തുപോയി മൂന്നാലാൾ പുറത്തുപോയി അത് കൂടിയത് കൊണ്ടൊക്കെ ഒരു കാര്യമൊന്നുമില്ല. ഇത് സുന്നിയാവൂല. നിങ്ങളെ കുറിച്ചാണ് പറയുന്നത്. സുന്നിയാവുകയില്ല. നിങ്ങൾ നാലാള് പുറത്തുപോയി സുന്നിയാന്ന് പറഞ്ഞത് കൊണ്ട് സുന്നിയാകൂല. അടിത്തറയാ പൊളിഞ്ഞത്. ആ അടിത്തറ പൊളിഞ്ഞത് കൊണ്ടാണ് ശംസുൽ ഉലമയെ ഓർത്ത് ബഹുമാന്യനായ കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ വിതുമ്പിക്കരഞ്ഞത്. നിങ്ങളെ സുന്നിന്റെ അവസ്ഥ വരെ പറഞ്ഞില്ലേ മൂപ്പര്? ആ വെക്ക് അടുത്ത്. അപ്പൊ നിങ്ങൾക്ക് സമസ്ത കൂടെ ഉണ്ട് എന്ന് പറയാനില്ല. അതാണ് ഇപ്പൊ അവസ്ഥ. അടുത്ത വെക്ക്. എന്നിട്ട് എറണാകുളത്ത് സമ്മേളനം ഉണ്ടാവും. എന്ത് സമ്മേളനം? സുന്നി സമ്മേളനം. എന്താ സുന്നി? ആ സുന്നി സമ്മേളനം ഉണ്ടാവുന്നേ ആ സ്ഥലത്ത് തിങ്കളാഴ്ചകൾ ഉണ്ടായിരുന്നെങ്കിൽ അവർ തുണിയൊന്ന് പൊന്തിച്ചു നോക്കിയാൽ സുന്നത്ത് കഴിക്കില്ലാതാണ്. സുന്നത്ത് കഴിക്കാത്ത സുന്നി. ഇതല്ലേ നിങ്ങളെ പാരമ്പര്യം? ഇതല്ലേ നിങ്ങളുടെ അസില്? ഈ അസില് നിലനിർത്തിയിട്ട് വേണം അടുത്ത് സംസാരിക്കാൻ. മാത്രമല്ല നിങ്ങൾ പറഞ്ഞ കണ്ണിയത്ത് ഉസ്താദ് ഇല്ലേ, ആ കണ്ണിയത്ത് ഉസ്താദ് എന്താ കൊടുത്ത ഫത്വ വെക്ക് കാണട്ടെ. കണ്ണിയത്ത് ഉസ്താദിന്റെ സ്മരണികയിൽ അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവിന്റെ ലേഖനം റാവി സഹിയാണല്ലോ. പങ്ങക്ക് ഉപരെന്താ പറയുന്നത്? അയാളുടെ കൂടെ നിങ്ങൾ കൂടരുത്. അതിന്റെ ആ വട്ടത്തിലതാ ഇതിന് AP അബൂബക്കർ മുസ്ലിയാരുടെ കൂടെ നിങ്ങൾ കൂടരുത്. അയാളെ സമസ്ത പുറത്താക്കിയതാണ്. അതിന്റെ ലാസ്റ്റ് ഉണ്ട് ഒരു കാലത്തും കൂടരുത്. ഇനിയിപ്പോ മൂപ്പര് പ്രകാശനം ചെയ്ത സിറാജ് ഉണ്ടായിട്ട് കാര്യമുണ്ടോ? അപ്പൊ അടിത്തറ പൊളിഞ്ഞു കിടക്കുക. അത് നന്നാക്കാനാ ഞങ്ങൾ നിങ്ങളെ വിളിക്കുന്നത്. അത് ശരിയാക്കിയാതും SSF ഇവിടെ ഉണ്ടായതുകൊണ്ട് എന്താണ് ഫലം? എന്താ ഇപ്പൊ ഉണ്ടായത്? ഇപ്പൊ എന്താ റിസാലന്റെ അവസ്ഥ? ഏതെങ്കിലും ഒരു ലേഖനം ഉണ്ടോ ദീനുമായിട്ട് ബന്ധപ്പെട്ടത്? കുറച്ച് സോളിഡാരിറ്റി പോലെയുള്ള റെഡിമെയ്ഡ് സാധനങ്ങൾ ഉണ്ടാക്കിയെന്നല്ലാതെ ഈ SSF കൊണ്ട് എന്ത് ഫലം? മഹാനായ തൃപ്പനച്ചി വലിയുല്ലാഹിയുടെ കൊടിമരത്തെ വിമർശിച്ചവർ
തോന്നിവാസമെന്ന് പറഞ്ഞവർ നിങ്ങളുടെ കൊടിയോ ഇനിയാ നമ്മൾ കണ്ടില്ലേ, മക്കാമോലൊക്കെ വിരിക്കണ പോലെ കൊടിയാ. എത്ര വലിയ ദുഃഖകരമായ കാഴ്ചയാണ് ആ രംഗം കാണിച്ചു കൊടുക്കുക. മഹാന്മാരായ ഔലിയാക്കന്മാരുടെ കൊടികളെയും കൊടിമരത്തെയും വിമർശിച്ച ഇവരുടെ ഒന്നിനും പറ്റാത്ത ഈ കൊടിയെ കൊണ്ടുപോയി സാദാത്തീങ്ങളുടെ മക്കാമിൽ ഒരു സാധാരണക്കാരന്റെ ഖബറിന്റെ പുറത്തു പോലും ആ കൊടി വെക്കാൻ പാടില്ല. എന്നിട്ട് പച്ചയായ തോന്നിവാസം എന്തു ആവാലോ അവർക്ക്. അപ്പൊ ഇത്തരം തോന്നിവാസങ്ങൾ ഇവിടെ ഉണ്ടായി എന്നല്ലാതെ, കുറെ മശായിഖന്മാരെ എതിരാളികളെ സൃഷ്ടിച്ചു എന്നല്ലാതെ എന്താണോ അതുകൊണ്ട് ഫലം? അതുകൊണ്ടാ ശംസുൽ ഉലമയെ പോലെയുള്ളവർ അന്ന് തന്നെ അതിന്റെ പോക്ക് ശരിയല്ല എന്ന് പറഞ്ഞു. ശരിയല്ലാന്ന് മാറ്റിവെച്ചിനെ കൂടെ കൂട്ടിയതാ അവര്. നിങ്ങളിപ്പോ ചോദിക്കുക ഞങ്ങളെ കൂടെ അല്ലേ ഉണ്ടാവുമല്ലോ, ശരിയല്ലാന്ന് കുരുത്തക്കേട് കാട്ടിയപ്പോ പറഞ്ഞയച്ചതാ വീട്ടിൽ നിന്ന്. പിന്നെ നിങ്ങളെ കുരുത്തക്കേട് കാണിക്കുന്നവരെ കൂടെ തന്നെ അല്ല ഉണ്ടാവുക. അപ്പൊ പിന്നെ നല്ല വല്ലപ്പം ഉണ്ടാവൂ. എന്നിട്ട് അതാണ് വലിയ കാര്യമായി എടുത്തു പറയുന്നത്. ഞാൻ പറയട്ടെ, ഇപ്പൊ നിങ്ങളത് പറയാനേ പാടില്ല. കാരണം കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ ജൂൺ 26 കോഴിക്കോട് ടൗൺ ഹാളിൽ സംഘടിപ്പിച്ച നിങ്ങളുടെ വിമത സമസ്തയുടെ പ്രോഗ്രാമിൽ പൊട്ടിക്കരഞ്ഞില്ലേ? ആ കരച്ചിലിൽ എന്താ ലോകത്തിന് അദ്ദേഹം നൽകിയ സന്ദേശം? EK ഉസ്താദ് അവറുകൾ ശംസുൽ ഉലമ ഏറ്റവും വലിയ മഹാനാണ്. മശായിഖിൽ നിന്ന് അവരെ കുറിച്ച് കേട്ടപ്പോൾ അവരുമായുള്ള ബന്ധം നിലനിർത്തേണ്ടതാണെന്ന ഒരു വലിയ ബോധം ഉണ്ടായി AP ഉസ്താദിന്. മൂപ്പര് പൊട്ടിക്കരഞ്ഞു. അതുപോലെ തന്നെ 89 ചിലർ ഞങ്ങളെ അകറ്റിക്കളഞ്ഞു, പോന്നത് ശരിയായില്ല. അദ്ദേഹം ആ കരച്ചിലൂടെ അറിയിച്ചു. പുതിയ മുശാവറ ഉണ്ടാക്കിയത് തെറ്റായിപ്പോയി. ജനറൽ സെക്രട്ടറിയായി ശംസുൽ ഉലമ എന്ന മഹാപ്രതിഭ ഉണ്ടായിരിക്കെ മറ്റൊരു സെക്രട്ടറിയായി ഞാൻ വന്നത് ശരിയായില്ല. എന്റെ ആളുകളെന്ന് പറഞ്ഞ നിയൽവാദി അടക്കമുള്ളവർ ശംസുൽ ഉലമയെ പരിഹസിച്ചു പ്രസംഗിക്കാൻ ആ പിളർപ്പ് കാരണമായി. ശരിയായില്ല അത്. ആയിരക്കണക്കിന് മഹല്ലുകളിൽ ഒരുപാട് ആളുകൾ അടിപിടി കൂടി, സ്വന്തം കുടുംബക്കാര് വരെ തമ്മിൽ തെറ്റാൻ എന്റെ ആ ഇറങ്ങിപ്പോക്ക് കാരണമായി. ശരിയായില്ല അത്. എന്തിനധികം ജീവനുകൾ വരെ പൊലിയുന്ന സാഹചര്യങ്ങൾ ഉണ്ടായി. ഓർക്കുമ്പോൾ അദ്ദേഹം പൊട്ടി പൊട്ടി കരയുകയാണ്. ഊരുവിലക്കുകൾ ഉണ്ടായി, പെരുന്നാൾ വരെ രണ്ടായി. അടിപിടികൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു. വിചാരിക്കുമ്പോൾ വിതുമ്പുകയല്ലാതെ എന്തു ചെയ്യാൻ? പള്ളികൾ, പരിശുദ്ധമായ റബ്ബിന്റെ ഭവനങ്ങൾ ആ പിളർപ്പിന്റെ പേരിൽ പൂട്ടിയിടപ്പെട്ടു. പള്ളികളിൽ ജമാഅത്തുകൾ നടന്നില്ല. പള്ളികളിൽ പോലീസുകാർ കയറി അടിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടായി. വിതുമ്പകയല്ലാതെ വഴിയില്ല. ആയിരക്കണക്കിന് കാരണങ്ങൾ ഒന്നിച്ചു മനസ്സിൽ വന്നപ്പോ ചെയ്ത തെറ്റിൽ നിന്ന് തൗബ ചെയ്ത് അബൂബക്കർ മുസ്ലിയാർ കരയുമ്പോ ഞങ്ങൾ നിങ്ങളോട് പറഞ്ഞത് അദ്ദേഹം ചെയ്തത് മാന്യമായ ഒരു പണിയാണ്, ചെയ്യേണ്ടതാണ്. അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്തം നിർവഹിച്ചു. പേരോടെന്താ കരയാത്തത്? എന്താ ബാക്കിയുള്ളവർ കരയാത്തത്? ഞങ്ങൾ നിർദ്ദേശിച്ചില്ലേ 100ാം വാർഷികം എന്നത് മാറ്റിയിട്ട് നിങ്ങളൊരു തൗബാ സമ്മേളനം വെക്കി. എന്നിട്ട് എല്ലാരും കൂടി കൂട്ടക്കരച്ചിൽ നടത്തി. അത് നടത്തുന്നതിന് പകരം ഇപ്പോഴും 100 ഞങ്ങളെ കയ്യിലാണ് എന്ന് 89 മുതൽ 26 ആകുന്നത് വരെയുള്ള 100 കേരളക്കാർക്ക് ആവശ്യമില്ല കൂട്ടരെ. ഒറ്റ സമസ്ത എവിടെ ഉള്ളൂ? അത് ശംസുൽ ഉലമയുടെ സമസ്തയാണ്. ആ കരച്ചിലൊന്ന് വന്നോട്ടെ, എന്നാലും അവർക്ക് തിരിയുള്ളൂ. ഞങ്ങളെ തമ്മിൽ അകറ്റിക്കളഞ്ഞത് എന്ന് ചിന്തിക്കുമ്പോഴാണ് ശംസുൽ ഉലമ ഖുത്ബി മുഹമ്മദ് മുസ്ലിയാർ അവർ അധ്യക്ഷനായി കോഴിക്കൽ ഒരു സമ്മേളനം നടത്തുകയുണ്ടായി. ആ സമ്മേളനത്തിൽ ഞാൻ സ്വാഗത പ്രസംഗം
നാട്ടുകാരൻ എന്ന നിലക്കാണ് അന്ന് സ്വാഗത പുസ്തകം നടത്തിയത്. ആ സമ്മേളനം കഴിഞ്ഞവിടെ ബഹുമാനപ്പെട്ട എനിക്ക് അബൂബക്കർ മുസ്ലിയാർ അല്ലാഹു ബർക്കത്തുഹു മഹാനവറുകൾ എന്നെ വിളിച്ച് നീ ഞങ്ങളുടെ കൂടെ സമസ്തയിൽ പ്രവർത്തിക്കണം എന്ന് പറഞ്ഞു. ഞാനിപ്പോൾ എനിക്ക് കരുത്തിൽ വന്നത് എന്തിനായിരുന്നു പിന്നീട് ഞങ്ങളെ തമ്മിൽ അകറ്റിക്കളഞ്ഞത് എന്ന് ചിന്തിക്കുമ്പോഴാണ് ഞങ്ങൾ അകന്നു പോയാൽ മാത്രമേ ഇവിടെ വിദേഹത്തുകാർക്ക് കടന്നു വരാൻ കഴിയുകയുള്ളൂ എന്ന് ചില ആളുകൾ ചില ആളുകൾ ഞങ്ങളെ അകറ്റിക്കളഞ്ഞു. ഞങ്ങൾ അങ്ങനെ പിടക്കാൻ പാടില്ലായിരുന്നു. ശംസുലമ മഹാപ്രതിഭയാണ്, വിലായത്തുള്ള ശൈഖൂഹിയത്തുള്ള വലിയ മഹാനാണവറുകൾ. മഹാനവറുകളുടെ വഴിയിൽ നിന്ന് പോന്നത് ശരിയായില്ല. നേരത്തെ ഞാൻ എണ്ണിപ്പറഞ്ഞ കാരണങ്ങൾ ഓർത്ത് നേതാവായ കാന്തപുരം ഉസ്താദ് വിതുമ്പിക്കരയുമ്പോ ഉളുപ്പില്ലാതെ ഞങ്ങളുടേതാണ് 100 എന്ന് പറയുമ്പോ എന്താ നിങ്ങളെ വാദത്തിന്റെ ഗതി?